ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്നാസ് വേഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി ആയാലോ? ഈദ് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണേ. ഇത് ബിഗിനേഴ്സിനും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ? അതിനായിട്ട് 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. ബോണുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോവരുത് കേട്ടോ. പിന്നെ വേണ്ടത് ഗരം മസാല പൊടിയാണ്. ഗരം മസാല 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൈര് 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. ഉപ്പ് കുറച്ച് മുമ്പന്തിയിൽ നിൽക്കുന്ന രീതിയിൽ ഇടട്ടോ, എന്നാലാണ് ചിക്കനിൽ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരിക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലിട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മസാല നന്നായിട്ട് ചിക്കനിൽ തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. പിന്നെ വേണ്ടത് റൈസാണ്. ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ഉണ്ട്. അതായത് 5 കപ്പ് അരിയുണ്ട്. അത് കഴുകിയതിന് ശേഷം സോക്ക് ചെയ്യാൻ വേണ്ടി 1/2 അവർ വെക്കുന്നുണ്ട്. അത് സോക്കാവട്ടെ. പിന്നെ വേണ്ടത് ഓനിയൻ ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്യാം. ഇതിലേക്ക് സവാള നേരിയതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. 4 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് സവാള നമ്മൾ ചിക്കൻ മസാലയിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കുറച്ച് ചോറ് ഗാർണിഷ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഉപയോഗിക്കുക കേട്ടോ. സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാൻ ഓയിലിൽ നിന്നും മാറ്റുവാണ്. ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. 2 ബാച്ചായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതേ ഓയിലിലേക്ക് തന്നെ കാഷ്യൂ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചോറ് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കേട്ടോ. കാഷ്യൂ റൈസിൻസും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കാഷ്യൂ മാറ്റിയതിന് ശേഷം ഉണക്കമുന്തിരി ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. സവാള ഫ്രൈ ചെയ്തതും കാഷ്യൂവും റൈസിൻസും ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. സവാള ഫ്രൈ ചെയ്യാനെടുത്ത അതേ ഓയിൽ തന്നെ ചിക്കൻ മസാല തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ആ ഓയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 3 ഏലക്ക, ഗ്രാമ്പു ഒരു 4-5, പട്ട ഒരു 2 പീസ്, പിന്നെ ജാതിപത്രി, പിന്നെ ഒരു ബേ ലീഫ് ഒരു 2 എണ്ണം ഒന്ന് ഈ വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ചിക്കൻ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ഒരു 3 എണ്ണം കട്ട് ചെയ്തത് ഇടുന്നുണ്ട്. പിന്നെ സവാള 3 എണ്ണം നേരിയതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ആഡ് ചെയ്തു. 1.5 കിലോ ചിക്കനാണ്, അപ്പം 3 സവാള ഇതിന് വേണ്ടി വരും. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും ആഡ് ചെയ്തു. അതും ഈ സവാളേൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ. നമ്മൾ ചിക്കനിൽ ആദ്യം ഇട്ടതാണ്, അതുകൊണ്ടാണ് കുറച്ചിടുന്നത്. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് പച്ചച്ചുവ മാറും വരെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ. ഈ സ്പൈസസ് എല്ലാം ഈ ഓയിലിൽ കിടന്ന് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. ഒരു 5 മിനിറ്റ് വറുത്തെടുക്കണം.
എന്നിട്ട് ഇതിലേക്ക് തൈര് ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ചിക്കൻ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഉപ്പ് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യണം. ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടതാണ്, അതുകൊണ്ട് ഇതിന് വേണ്ടിയുള്ളത് മാത്രം ഇട്ടാൽ മതി കേട്ടോ. സവാളക്ക് വേണ്ടിയുള്ള മാത്രം ഉപ്പ് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ട് മല്ലിയില ഒരു പിടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിന ഇല അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അതേ സമയത്ത് തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കടായി ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. 6 kg വേണമെങ്കിൽ 6 kg ആഡ് ചെയ്യാം. ഡാൽഡയോ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ ഏത് ഗീ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. 3 ടീസ്പൂൺ ഗീ ആഡ് ചെയ്തു. അതിലേക്ക് ഒരു 3 ഏലക്ക, ഗ്രാമ്പു 3 എണ്ണം, പിന്നെ ബേ ലീഫ്, പിന്നെ പട്ട അതും ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. 2 പട്ടയുടെ പീസും കൂടി ആഡ് ചെയ്തു. ഇത് ചോറുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ. എന്നിട്ടൊന്ന് 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന അരി ഉണ്ടല്ലോ, അത് സ്ട്രെയിനറിലിട്ടിട്ട് ഒന്ന് വെള്ളം കളഞ്ഞതിന് ശേഷം അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു 7-8 മിനിറ്റ് വരെ നന്നായിട്ട് വറക്കേണ്ട വരും കേട്ടോ. റൈസ് നന്നായിട്ടൊരു പൊട്ടുന്നൊരു ശബ്ദം കേൾക്കും അരി. അതുവരെ വറുത്തെടുക്കണം. അരി നന്നായിട്ട് വറുത്താലാണ് ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ ഉണ്ടല്ലോ, സവാള, അതൊരു പിടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സവാള ഫ്രൈ ചെയ്തത് അതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി വറുത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് തിളച്ച വെള്ളം ആഡ് ചെയ്യണം. അത് 5 കപ്പ് അരിക്ക് 7.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം വേണം തിളച്ചത്. അതേ അളവിലാണ് നിങ്ങൾ എടുക്കുമ്പോഴും അങ്ങനെ എടുത്താൽ മതി കേട്ടോ. 7.5 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, തിളച്ച വെള്ളം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിക്കുന്നുണ്ട്. നാരങ്ങാനീര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഉപ്പ് ചോറിൽ കുറച്ച് മുമ്പന്തിയിൽ നിൽക്കണം കേട്ടോ, എന്നാലാണ് ബിരിയാണി ആയി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ. ചോറ് ഇപ്പോൾ 80% കുക്ക് ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 80% കുക്കായാൽ മതി ബിരിയാണിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ദമ്മിടുമല്ലോ, അപ്പോൾ ഒന്നുകൂടി വേവും. ഇനി സ്റ്റൗ ഓഫാക്കിയിട്ട് സൈഡിൽ വെക്കാം. പിന്നെ അത് ചിക്കൻ കറി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ആ മസാലയിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ സവാള ഉണ്ടല്ലോ, അത് ഒരു 1/4 ഭാഗവും ഇതിലിട്ട് കൊടുക്കാം. 1/4 ഭാഗം മതി ചോറ് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. 1/4 ഭാഗം സവാള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ചിക്കൻ ഉടഞ്ഞു പോവാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. ഇനി ബിരിയാണി ഗാർണിഷ് ചെയ്യുമ്പോൾ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുങ്കുമപ്പൂ ഇല്ല എങ്കിൽ മഞ്ഞൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതാ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് ബിരിയാണിക്ക് വേണ്ടിയുള്ള. അതിലേക്ക് നമ്മൾ ആദ്യം കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചോറ് ഒരു പകുതി ഭാഗം ഇട്ട് കൊടുക്കാം. ആദ്യം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. പകുതി ഭാഗം ചോറ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ 1 ലെയറാണ് ചിക്കൻ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് 2 ലെയർ വേണമെങ്കിൽ ചിക്കൻ മസാല കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് 2ാമത്തെ ലെയറിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ചോറിന് മേളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ആ പാല് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യിനായി ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1 ടീസ്പൂണാണ് ഇടുന്നുള്ളൂ. കുറച്ച് ഗരം മസാല ഇങ്ങനെ വിതറി കൊടുക്കാം.
എന്നിട്ട് അതിൻ്റെ മുകളിൽ ചോറ് ഇട്ട് കൊടുക്കാം. 2 ലെയറായിട്ടാണ് ചിക്കൻ മസാല ഇടുന്നതെങ്കിൽ ഈ ചോറ് ഇടുന്നതിന് മുമ്പ് ചിക്കൻ മസാല ഇട്ടാൽ മതി കേട്ടോ. ഞാൻ 1 ലെയറാ ചിക്കൻ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ചോറ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒനിയനും റൈസിൻസ് എല്ലാം കൂടിയുള്ള കൂട്ടുണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കാം. ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാല ഒന്ന് തൂവിയിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. 2 ലെയറിലും ഇതുപോലെ ഗരം മസാല കുറച്ചൊന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ പാലിൻ്റെ മിക്സർ, കുങ്കുമപ്പൂ ഇല്ലെങ്കിലും മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കേട്ടോ പാലിൽ, അതും കൂടി ആഡ് ചെയ്യാം. പിന്നെ മല്ലിയില ഇട്ട് കൊടുത്തു. പിന്നെ ഫ്രൈഡ് ഓനിയൻ, റൈസിൻസ്, ഇത്തിരി ഗരം മസാലയും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 10 to 15 മിനിറ്റ്സ് നമുക്ക് ദം ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അത് 15 മിനിറ്റ് ഞാൻ ദമ്മിന് വേണ്ടി വെച്ചിരുന്നു. അതാ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് ബിരിയാണിയുടെ. അടി പിടിക്കുമെന്ന് പേടിയുള്ളവർ സ്റ്റൗവിൽ നേരിട്ട് വെക്കാതെ ചപ്പാത്തീൻ്റെ പാനുണ്ടല്ലോ അതിൻ്റെ മേളിൽ വെച്ചാലും മതി കേട്ടോ, അപ്പോൾ അടി പിടിക്കില്ല. ഇത് സെർവ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. അത് മുകളിൽ നിന്ന് ചോറെല്ലാം എടുത്ത് മാറ്റാം. ചിക്കൻ മസാല താഴെയാണല്ലോ ഉള്ളത്, അതുകൊണ്ട് മുകളിൽ നിന്ന് ചോറെല്ലാം മാറ്റിയിട്ട് താഴെ നിന്നും ചിക്കൻ മസാല എടുത്തിട്ട് മുകളിലിടണം. അതുപോലെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്യാം. പിന്നെ മല്ലിയില ഇഷ്ടം അനുസരിച്ച് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഇത് ബിഗിനേഴ്സിനാണെങ്കിലും ഒട്ടും ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.